നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നീലേശ്വരത്ത് ലോറിക്ക് തീവെച്ചതായി പരാതി. മണ്ണാറത്ത് ജോഷി തോമസിന്റെ ലോറിക്കാണ് തീവെച്ചത്. സംഭവത്തിൽ നീലേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശ്രീനാരായണ ഗുരുജയന്തി വിപുലമായി ആഘോഷിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മഹാത്മാ അയ്യങ്കാളി ജന്മദിനം ആചരിച്ചു. തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന ലേബർ കോഡുകൾ പുനഃപരിശോധിക്കണമെന്ന് BMS കാസർഗോഡ് മേഖലാ സമ്മേളനം ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. പുല്ലൂർ AKG സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഓണാഘോഷത്തിന്റെ ഭാഗമായി സുവർണോണം 2026 സംഘടിപ്പിച്ചു. കിഴക്കുംകര മണലിൽ മെട്രോ ക്ലബ് വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഓണാഘോഷവും വിജയോത്സവവും വൈവിധ്യമാർന്ന പരിപാടികളോടെ 2 ദിവസങ്ങളിലായി നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നീലേശ്വരത്ത് ലോറിക്ക് തീവെച്ചതായി പരാതി. മണ്ണാറത്ത് ജോഷി തോമസിന്റെ ലോറിക്കാണ് തീവെച്ചത്. സംഭവത്തിൽ നീലേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നീലേശ്വരത്ത് ലോറിക്ക് തീവെച്ചു. വീടിന് അല്പം അകലെയായി നിർത്തിയിട്ടിരുന്ന ലോറിക്കാണ് തീയിട്ടത്. ലോറി ഉടമയുടെ പരാതിയിൽ നീലേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചിറപ്പുറം മിനി സിവിൽ സ്റ്റേഷന് സമീപത്തെ മണ്ണാറത്ത് ജോഷി തോമസിന്റെ ലോറിക്കാണ് തീവെച്ചത്. ചിറപ്പുറം ഖരമാലിന്യ പ്ലാന്റിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറി കഴിഞ്ഞ ദിവസം പുലർച്ചെ 2:20ഓടെയാണ് ആളിക്കത്തുന്നതായി കണ്ടത്. 5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ലോറി ഉടമ പറഞ്ഞു. നീലേശ്വരം FCIയിൽ ലോഡ് എത്തിക്കുന്ന ലോറിയാണിത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിന്റെ 172ാം ജയന്തി ദിനാചരണം SNDP യോഗം ഹോസ്ദുർഗ് യൂണിയന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. യൂണിയൻ പ്രസിഡന്റ് MV ഭരതൻ പതാക ഉയർത്തി. നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിന്റെ 172ാം ജയന്തി ദിനാചരണം SNDP യോഗം ഹോസ്ദുർഗ് യൂണിയന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. കാഞ്ഞങ്ങാട് ഓഫീസിൽ നടന്ന പരിപാടി യൂണിയൻ പ്രസിഡന്റ് MV ഭരതൻ പതാക ഉയർത്തി. നാരായണൻ വെളിച്ചപ്പാടൻ ഗുരുപൂജയും പ്രാർത്ഥനയും നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് MV ഭരതൻ അധ്യക്ഷത വഹിച്ചു. യോഗം ഡയറക്ടർ P ദാമോദര പണിക്കർ ജയന്തി പ്രഭാഷണം നടത്തി. ഗുരുപരമ്പരയുടെ ഭാഗമായ ശ്രീനാരായണ ഗുരുദേവന്റെ 172ാമത് ജയന്തിയാണ് ഇവിടെ ഈ നാട്ടിലൊപ്പം നമ്മുടെ ലോകത്തെങ്ങും ഉള്ള ഒരു ശ്രീനാരായണികൾ ആഘോഷിച്ചു വരുന്നു. നമുക്കറിയാം, ശങ്കരാചാര്യർ തുടങ്ങിയിട്ടുള്ള മഹാഗുരുപരമ്പര നമുക്ക് മുമ്പിലുണ്ട്. എന്നാൽ സാഹോദര്യം, ലോക മനുഷ്യത്വത്തിൻ്റെ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പറയുന്ന ഈ കാഴ്ചപ്പാടും ഒരു സന്ദേശവും ലോകത്തിന് നൽകിയ മനുഷ്യരെല്ലാം ഒരുപോലെയാണ്, അവിടെ ഉച്ചനീചത്വങ്ങളില്ല, ജാതിമത വർഗഭേദങ്ങളില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ മഹാഗുരുദേവൻ്റെ അവതാര ദിനം കൂടിയാണ്. ആ ഗുരുദിനത്തിൽ, ജയന്തി ദിനത്തിൽ അദ്ദേഹത്തിനെ ഓർമ്മിക്കുന്നതോടൊപ്പം തന്നെ ആ അദ്ദേഹം നമ്മളെ കൈമാറിയ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കാൻ നമുക്ക് ശേഷിയും ശേമുഷിയും ജഗദീശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഗം ഡയറക്ടർ C നാരായണൻ, വനിതാ സംഘം യൂണിയൻ വൈസ് പ്രസിഡന്റ് PP ലസിത, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി രഞ്ജേഷ് കാലിച്ചാനൊടുക്കം, അഡ്വക്കേറ്റ് ദിലീഷ് കുമാർ, കൗൺസിലർ K രമേശൻ, ശാഖാ ഭാരവാഹികളായ K നാരായണൻ, KV ശ്രീധരൻ, ഗോപാലൻ അരൈ എന്നിവർ സംസാരിച്ചു. യൂണിയൻ സെക്രട്ടറി PV വേണുഗോപാലൻ സ്വാഗതവും കൗൺസിലർ ബാബു വെള്ളിക്കോത്ത് നന്ദിയും പറഞ്ഞു. യൂണിയൻ തലത്തിലുള്ള വിവിധ ശാഖകളായ ഹോസ്ദുർഗ്, മാവുങ്കാൽ, ഞാണിക്കടവ്, ഗാർഡർ വളപ്പ്, കല്ലുരാവി, കാഞ്ഞങ്ങാട് സൗത്ത്, ഒഴിഞ്ഞവളപ്പ്, തീർത്ഥങ്കര, മാർക്കറ്റ്, ഉച്ചുള്ളിക്കുതിര്, പൂവാലം കൈ എന്നിവിടങ്ങളിൽ ഗുരുജയന്തി ആചരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മഹാത്മാ അയ്യങ്കാളി ജന്മദിനം ആചരിച്ചു. ഹോസ്ദുർഗ് ബാങ്ക് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു.
ദളിത് ആദിവാസി സമൂഹം ഇന്ത്യയുടെ ആത്മാവാണെന്നും അവരെ വേദനിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്താൽ ഇന്ത്യയുടെ സംസ്കാരം തന്നെ ലോകത്തിനു മുന്നിൽ ഇല്ലാതായി പോകുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച അയ്യങ്കാളി ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ അയ്യങ്കാളിയുടെ 163-ാം ജന്മദിനം നമ്മുടെ സന്യാസി വര്യൻ കൂടിയായ ശ്രീനാരായണ ഗുരുവിൻ്റെ 172-ാം ജന്മദിനം. ഇന്ന് 2 ജന്മദിനങ്ങളും നമ്മുടെ സംസ്ഥാന വ്യാപകമായി വളരെ ഗംഭീരമായി ആഘോഷിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അദ്ദേഹം ജനിച്ചത്. അതുപോലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. 2 ഗ്രാമങ്ങളിലും ഇന്നൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയോടുകൂടിയാണ് ഈ 2 സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ജന്മദിനം ആഘോഷിക്കുന്നത്. നിങ്ങൾക്കറിയാം, തിരുവിതാംകൂർ രാജ്യത്താണ് അദ്ദേഹം ജനിച്ചത്. തിരുവിതാംകൂർ രാജഭരണം നടക്കുന്ന കാലഘട്ടം. ശ്രീ അയ്യങ്കാളിയെ കുറിച്ചാണെങ്കിൽ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവാണ്. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിദഗ്ധനാണ്. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹം ഒരു നിയമനിർമ്മാതാവാണ്. ചടങ്ങിൽ ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് P. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ AKG സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഓണാഘോഷത്തിന്റെ ഭാഗമായി സുവർണോണം 2026 സംഘടിപ്പിച്ചു. CPIM പുല്ലൂർ ലോക്കൽ സെക്രട്ടറി T. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പുല്ലൂർ AKG സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സുവർണോണം 2026 സംഘടിപ്പിച്ചു. CPIM പുല്ലൂർ ലോക്കൽ സെക്രട്ടറി T. ബിന്ദു സുവർണോണം 2026 ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാലത്ത് നമുക്ക് കിട്ടിയൊരു ഈ 50-ാം വാർഷികത്തിന്റെ ഭാഗമായി കിട്ടിയൊരു അവസരം കൂടെയാണ് ഓണാഘോഷ പരിപാടി. ഓണാഘോഷ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ ഉത്രാടം ഓണം കഴിഞ്ഞ് ഇന്ന് 3-ാം നാളാണ്. ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് നമുക്കറിയുന്ന പോലെ മാവേലി നാട് വാണിയിടുന്ന കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന് കരുതിക്കൊണ്ട് ഭരിച്ച ഒരു ഭരണാധികാരി നമുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ 10 വർഷം നമുക്ക് നമ്മുടെ മുൻപിലുള്ള നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭരണകാലം. ഈ കഴിഞ്ഞ ഓണത്തിന് നമ്മുടെ വിപണിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് തീപ്പൊള്ളുന്ന വിലയാണ് നമ്മളെ അഭിമുഖീകരിച്ചിട്ടുള്ളത്. പഞ്ചസാര മുതൽ 30 രൂപക്ക് കിട്ടിയ പഞ്ചസാര മുതൽ ഇന്ന് 60 ചില്ലറ രൂപയോളാണ് പഞ്ചസാരക്ക് വില. ഇങ്ങനെ ഓരോ സാധനങ്ങളുടെ വിലയായാലും ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഭരിക്കുന്ന ഒരു ഭരണാധികാരി നമുക്ക് ഇതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ട്. ഈ ഭരണകാലത്ത് സാധാരണക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു ഓണ ആണ് നമ്മൾ നേരിട്ട് വന്നിട്ടുള്ളത്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ വെച്ച് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ വിജയത്തിനാവശ്യമായ ഫണ്ട് ശേഖരിക്കുന്നതിനായുള്ള ധനസമാഹരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനവും നടന്നു. വിവിധ വ്യക്തികൾ ധനസമാഹരണ ഫണ്ടിലേക്ക് തങ്ങളുടേതായ സംഭാവനകളും നൽകി. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അരുൺകുമാർ സ്വാഗതം പറഞ്ഞു. തുടർന്ന് അംഗനവാടി കുട്ടികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും മുതിർന്നവരുടെയും വിവിധ മത്സരങ്ങൾ അരങ്ങേറി. ഉള്ളിലേക്ക് വന്ന് പുറത്തു പോകുമ്പോ 15 പീസ് തിന്നു കഴിഞ്ഞവർ കൈ പൊക്കുക. ഓക്കെ, മുഴുവനായും ഇറക്കി. തേനിൽ മുക്കിയത് കൊണ്ട് തന്നെ വളരെ എളുപ്പം അവർ തിന്നുകയാണ്. ശക്തമായ പോരാട്ടമാണ് കളിക്കളത്തിൽ അടരാടുന്നത്. പൊരുതാനുറച്ചവർ പൊരുതുന്തോറും സിരകളിൽ രക്തത്തിന്റെ വേലിയേറ്റം സൃഷ്ടിക്കുന്നവരിതാ ശക്തമായ ഭാവൈക്യത്തിന്റെ മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാടുകയാണ്. പോരാട്ടം എവിടെ? 1, 2
എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മോരുടെ മെല്ലെ സുവർണോണം 2026 ഭാഗമായി നടന്ന വനിതകളുടെ പാവയ്ക്ക തീറ്റ മത്സരം ഏറെ ശ്രദ്ധേയമായി. കൂടാതെ ദമ്പതികളുടെയും മുതിർന്നവരുടെയും എക്ത്രോ ആൻഡ് ക്യാച്ച് മത്സരം, കുളത്തിനു മുകളിലൂടെയുള്ള കവുങ്ങിന്മേൽ നടത്തം, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നീന്തൽ മത്സരങ്ങൾ, കുളത്തിൽ ബോൾ പെറുക്കൽ തുടങ്ങിയ മത്സര പരിപാടികളും ഏറെ ശ്രദ്ധേയമായി. മത്സരാനന്തരം നടന്ന സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK മഞ്ജുഷ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ V നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് മത്സര ഇനങ്ങളിൽ വിജയികളായവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സാമ്പത്തിക കമ്മിറ്റി കൺവീനർ K ദാമോദരൻ സ്വാഗതവും ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി EV രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്പാർക്സ് DJ നൈറ്റ് സംഗീത പരിപാടിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കിഴക്കുംകര മണലിൽ മെട്രോ ക്ലബ് വായനശാല ഗ്രന്ഥാലയം ഓണാഘോഷവും വിജയോത്സവവും വൈവിധ്യമാർന്ന പരിപാടികളോടെ 2 ദിവസങ്ങളിലായി നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കിഴക്കുംകര മണലിൽ മെട്രോ ക്ലബ് വായനശാല ഗ്രന്ഥാലയം ഓണാഘോഷവും വിജയോത്സവവും വൈവിധ്യമാർന്ന പരിപാടികളോടെ 2 ദിവസങ്ങളിലായി നടത്തി. ആദ്യ ദിവസം മാവേലി വേഷത്തിൽ ചെണ്ടമേളത്തിന്റെയും പുലിക്കളിയുടെയും ആരവത്തിൽ വീടുകളിൽ സന്ദർശനവും പൂക്കള മത്സരവും നടത്തി. 2ാം ദിവസം കലാകായിക മത്സരങ്ങളും വിജയോത്സവത്തിന്റെ ഭാഗമായുള്ള വിവിധ മത്സര പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദന സദസ്സും നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഉത്സവമാണ്, ദേശീയോത്സവമാണ്. കാണാൻ വിറ്റ് ഓണം കൊണ്ടണമെന്നാണ് പഴമൊഴി. ഇന്ന് എല്ലാ ദിവസവും ഓണാഘോഷിക്കാം. അതിദരിദ്രമുക്തമായ നാടായി നമ്മുടെ നാട് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞ കേരളപ്പിറവി ദിനത്തിലാണ്. പണ്ട് നമ്മുടെ നാട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കൊല്ലത്തിലൊരിക്കലേ നല്ല ഭക്ഷണം കിട്ടൂ, കൊല്ലത്തിലൊരിക്കലേ പുത്തൻ ഉടുപ്പിടാൻ വേണ്ടി പറ്റൂ. അപ്പോൾ അങ്ങനെ പുത്തൻ ഉടുപ്പിടുന്ന ദിവസം, പഴവും പപ്പടം പായസമൊക്കെ കൂട്ടി നല്ല ഭക്ഷണം കിട്ടുന്ന ദിവസം, അന്നാണ് കള്ളവുമില്ല, ചതിയുമില്ല, ഒളിവചനമില്ലാത്ത ഒരു
മഹാരാജാവ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ എഴുന്നള്ളത്തന്നാണ് ആ മാവേലിയെ വരവേൽക്കാൻ നാടൊരുങ്ങുന്ന ദിവസം നമ്മൾ ഓണാഘോഷം എന്ന നിലയിൽ കൊണ്ടാടുകയാണ്. പണ്ട് നാടിങ്ങനെ ആയിരുന്നില്ല. കർക്കിടക മാസം കഴിഞ്ഞിട്ടാണല്ലോ ചിങ്ങം വരുന്നത്. കർക്കിടകത്തിലാണെങ്കിൽ മുഴു പട്ടിണിയാവും. ആളുകളെ മരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന മാസമാണ്. പട്ടിണിയാ മരിക്കും, ദാരിദ്ര്യം കൊണ്ട് മരിക്കും, അസുഖം വന്ന് മരിക്കും, കൊടും മഴയാണ്. അങ്ങനൊരു കാലം പണ്ടുണ്ടായിരുന്നു. നാട്ടിലാണെങ്കിലോ വളരെ കെട്ട കാഴ്ചകളാണ്. പട്ടിക്ക് പോകാം, പഴുതാരക്ക് പോകാം, ആ വഴിയിലൂടെ മനുഷ്യന് നടന്നു പോകാൻ പറ്റില്ല, ഇഷ്ടപ്പെട്ട ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. അങ്ങനെയെല്ലാം ഉള്ളൊരു കാലം പണ്ടുണ്ടായിരുന്നു. അതിനൊക്കെ മാറ്റം വരുമെന്ന് പഴമക്കാർ പറയും. ബ്രിട്ടീഷുകാർ വന്നപ്പോഴും പറയുമായിരുന്നു. അവർ കച്ചവടത്തിനാണ് വന്നത്. ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ കെ രേഖ, വിവിധ പരീക്ഷകളിൽ ജേതാക്കളായ എ അക്ഷര, എം ടി ദിവ്യശ്രീ, ദർശന പ്രമോദ്, ദിയ വിനോദ്, കെ വി മേധ, കെ വി മേഘ, ഷാരോൺ ശ്രീജിത്ത്, ശ്രീദേവ് ശ്രീജിത്ത്, ആര്യ ശരത് എന്നിവർ വിജയികൾക്കുള്ള ക്ലബിന്റെ ഉപഹാരം ഏറ്റുവാങ്ങി. ക്ലബ്ബ് സെക്രട്ടറി കെ രാഗേഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എ അശോകൻ, എം രാമൻ, ശ്രീജിത്ത് മണലിൽ എന്നിവർ സംസാരിച്ചു. വായനശാല ജോയിന്റ് സെക്രട്ടറി സി വി പ്രകാശൻ സ്വാഗതവും ക്ലബ്ബ് പ്രസിഡന്റ് എം മഹേഷ് നന്ദിയും പറഞ്ഞു. ആംഗ്യപ്പാട്ട്, തവളച്ചാട്ടം, ബലൂൺ റേസ്, പാസിംഗ് ദ ബോൾ, ഇഷ്ടിക ബാലൻസ്, സുന്ദരിക്ക് പൊട്ടുതൊടൽ, കമ്പവലി, തലയണടി തുടങ്ങിയ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള നിരവധി കായിക മത്സരങ്ങളും ഫ്യൂഷൻ തിരുവാതിര, സിനിമാറ്റിക് ഡാൻസ്, ഗാനാലാപനം തുടങ്ങിയ വിവിധ കലാപരിപാടികളും 2 ദിവസത്തെ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആറങ്ങാടി ഇസ്സത്തുൽ ഇസ്ലാം ജമാഅത്ത് മിലാദ് കമ്മിറ്റി ഓപ്പറേഷൻ തൂഫാൻ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹോസൂർ CI ഷൈൻ KP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആറങ്ങാടി ഇസ്സത്തുൽ ഇസ്ലാം ജമാഅത്ത് നൂറുനല നൂർ മിലാദ് ഷരീഫ് നബി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാൻ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആറങ്ങാടി ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടന്ന പരിപാടി ഹോസൂർ CI KP ഷൈൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും പോയി ഒരു പ്രാവശ്യം ഗൾഫിൽ പോയി 5, 6, 7 അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ നാട് എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ റോഡുകൾ മാറുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മാറുന്നു. പക്ഷെ അതിനനുസരിച്ച് മാറി നമ്മുടെ പുതിയ തലമുറയുണ്ടായിരുന്നു. നമ്മുടെ പുതിയ തലമുറ ഇപ്പോൾ അല്ലേ, പണ്ട് കാലത്തൊക്കെ നമ്മളൊരു പോലീസ് വണ്ടി കാണുമ്പോൾ നമ്മൾ ഏതൊക്കെ ഇപ്പോൾ ഇരിക്കുന്നവർക്കൊക്കെ പോലീസ് വണ്ടി വരുമ്പോൾ നമ്മൾ പോലീസിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് അയ്യോ പോലീസ് വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചെറുപ്പം കാലത്ത് അതായിരുന്നു. പോലീസ് വണ്ടി പറയുമ്പോൾ നമ്മൾ കുറച്ച് ദൂരെ മാറി നിൽക്കും, അയ്യോ പോലീസ് ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എന്താണോ നമ്മളൊരു LKG കുട്ടി ആയിക്കോട്ടെ നമ്മൾ അതിൽ പോകുമ്പോൾ പോലീസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ നമ്മളെ ആ ഒരു ഇൻറ്റിമസി വന്നു. കാരണം പോലീസ് എന്ന് പറയുന്നത് അവരുടെ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം, കാരണം എന്താ പറയുക, കാണുമ്പോൾ തന്നെ പേടിക്കേണ്ട ഒരാളാണ് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്കറിയാം അവർ നമ്മൾ രക്ഷകരാണെന്നും അവർ ജോലി ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണെന്നും അവർക്ക് ആ ഒരു അവരുടെ സ്വഭാവത്തിലും കാര്യങ്ങളും വന്ന ഒരു മാറ്റത്തിനനുസരിച്ചിട്ടാണ്. അതുപോലെയാണ് നമ്മൾ പോലീസിങ്ങും ശരിക്കും കൊണ്ടുപോകുന്നത് ആ രീതിയിലാണ്. കാരണം താഴെത്തട്ടില്ല അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കുട്ടിയും ഏറ്റവും മുതിർന്ന ആൾക്കും ഒരുപോലെ പോലീസിനെ എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സേവനം നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല രീതിയിൽ തരാൻ പറ്റും. മിലാദ് കമ്മിറ്റി ചെയർമാൻ കെ മുഹമ്മദ് കുഞ്ഞി ഹാജി അധ്യക്ഷത വഹിച്ചു. ആറങ്ങാടി ഖത്തീബ് മുഹമ്മദ് ഷഫീഖ് റഹ്മാനി, വാർഡ് കൗൺസിലർ റമീസ് ആറങ്ങാടി, ജമാഅത്ത് പ്രസിഡന്റ് ടി അസീസ് ആറങ്ങാടി, ജമാഅത്ത് സെക്രട്ടറി MK അഷ്റഫ്, MK അബ്ദുള്ള, MK അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ടി റംസാൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രിയദർശിനി കലാകായിക വേദി ചാലിങ്കാൽ ഓണവസന്തം 2026 എന്ന പേരിൽ ഈ വർഷത്തെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഉദുമ MLA നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി കലാകായിക വേദി ചാലിങ്കാൽ ഓണവസന്തം 2026 എന്ന പേരിൽ ഈ വർഷത്തെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഓണസദ്യയിൽ 100 കണക്കിന് ആളുകളും പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് നടന്ന സമാപന സമ്മേളനം ഉദുമ MLA നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. രാവിലെ വന്ന് പരിപാടിക്ക് ആശംസ തിരിച്ചു പോകാൻ വേണ്ടി വന്നതാണ്.
പക്ഷേ അത് പറ്റില്ല എന്ന് നിർബന്ധം പിടിച്ചുമാണ് വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം കൂടി ഇങ്ങോട്ട് വരേണ്ടി വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഏതായാലും നിങ്ങളുടെ ഈ ആഘോഷം കാണുമ്പോൾ പ്രിയദർശിനി കലാ കായിക വേദിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ ശ്രീ അരവിന്ദൻ സൂചിപ്പിച്ച പോലെ ജാതി മത ചിന്തകൾക്ക് അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രിയദർശിനി കലാ കായിക വേദിയുടെ നേതൃത്വത്തിൽ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി വിവിധ കലാ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. നമുക്കറിയാം, നമ്മുടെ ഓണത്തിന് സന്ദേശം തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി കുടുംബസമേതം പങ്കെടുത്തുകൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് ചായ കുടിച്ച് പിരിയുകയും ചെയ്യുന്ന ഒരു കൂട്ടായ സന്ദേശം, ഒരുമയുടെ സന്ദേശം ജനങ്ങൾക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പുല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ CK അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ദീർഘകാലത്തെ ഹയർ സെക്കൻഡറി അധ്യാപന സേവനത്തിന് ശേഷം വിരമിച്ച P. സുകുമാരൻ മാസ്റ്റർ, സംസ്ഥാന സർക്കാരിന്റെ കർഷക തിലകം അവാർഡ് ജേതാവ് സാവിത്രി മീങ്ങോത്ത്, തുര്യം സംഗീതോത്സവം കീർത്തിമുദ്ര അവാർഡ് നേടിയ വാസുദേവൻ നമ്പീശൻ എന്നിവരെ ആദരിച്ചു. പ്രദേശത്തെ SLC, +2, LSS, USS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും അനുമോദിച്ചു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി AV, 15-ാം വാർഡ് മെമ്പർ ലീലാചന്ദ്രൻ, 9-ാം വാർഡ് മെമ്പർ കൃഷ്ണകുമാർ, ഇരിയ വാർഡ് മെമ്പർ രതീഷ് കാട്ടുമാടം, ജവഹർ പുരുഷ സംഘം സെക്രട്ടറി ഗോപി K, കലാകായികവേദി പ്രസിഡന്റ് ചന്ദ്രൻ M, രാജേഷ് K, P. നാരായണൻ എന്നിവർ സംസാരിച്ചു. വനിതകളുടെ കൈകൊട്ടിക്കളി, വടംവലി, മംഗലം കളി എന്നിവയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരളോണം കണ്ടോണം പരിപാടി ശ്രദ്ധേയമായി. പെരളം റെഡ് യങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, മഹിളാ യൂണിറ്റുകൾ, DYFI യൂണിറ്റ് കമ്മിറ്റികൾ ചേർന്ന് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് CK സബിത ഉദ്ഘാടനം ചെയ്തു. പെരളം റെഡ് യങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, മഹിളാ അസോസിയേഷൻ ഫസ്റ്റ്, സെക്കൻഡ് യൂണിറ്റുകൾ, DYFI യൂണിറ്റ് കമ്മിറ്റികൾ എന്നിവ ചേർന്ന് സംഘടിപ്പിച്ച പെരളോണം കണ്ടോണം ഓണാഘോഷം ശ്രദ്ധേയമായി. കഴിഞ്ഞ SLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് CK സബിത ഉദ്ഘാടനം ചെയ്തു. ആ ചക്രവർത്തി നാട് ഭരിച്ചിരുന്നത് എല്ലാ ആളുകളെയും, ഉള്ളവരും ഇല്ലാത്തവരും എന്ന വ്യത്യാസമില്ലാതെ, കള്ളവും ചതിയുമില്ലാതെ ഏറ്റവും മനോഹരമായ സമത്വസുന്ദരമായ ഒരു നാടായിട്ടായിരുന്നു അദ്ദേഹം ഈ നാട് ഭരിച്ചിരുന്നത്. അങ്ങനെ സമത്വസുന്ദരമായ ഒരു നാട് സ്വപ്നം കാണുന്ന, സോഷ്യലിസം പുലരണമെന്ന് ആഗ്രഹം ഉള്ള, അതിനുവേണ്ടി വിപ്ലവം നടത്താൻ തയ്യാറായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ക്ലബ്ബുകൾ തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ആ ഒരു കാലത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ഓണാഘോഷം വളരെ പ്രാധാന്യം അർഹിക്കുകയാണ്. ഓണാഘോഷം എന്ന് പറയുന്നത് മഹാബലി ചക്രവർത്തിയെ കാത്ത് വീടുതോറും പൂക്കളം ഒരുക്കി, ആ പൂക്കളം എന്ന് പറയുന്നത് പല വർണ്ണങ്ങളിലുള്ള, പല രൂപത്തിലും ഭാവത്തിലുമൊക്കെയുള്ള പൂക്കളെ നമ്മൾ ആ വീടിന് മുറ്റത്ത് അലങ്കരിച്ച് മഹാബലിയെ കാത്തിരിക്കുകയാണ്. അതിന് തന്നെയുണ്ട് ഒരു വിശേഷം എന്ന് പറയുന്നത്. ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. റെഡ് യങ്സ് ക്ലബ് പ്രസിഡന്റ് A. ബിനു അധ്യക്ഷത വഹിച്ചു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് മെമ്പർ K. ബിന്ദു, CPIM പുല്ലൂർ ലോക്കൽ സെക്രട്ടറി T. ബിന്ദു, ലോക്കൽ കമ്മിറ്റി അംഗം P. കുഞ്ഞിക്കേളു, പെരളം സെക്കൻഡ് ബ്രാഞ്ച് സെക്രട്ടറി T. ഹരീഷ്, മഹിളാ അസോസിയേഷൻ സെക്കൻഡ് യൂണിറ്റ് സെക്രട്ടറി ശ്യാമള, ഫസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി ഷീബ, DYFI പുല്ലൂർ മേഖലാ പ്രസിഡന്റ് സുധി ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. റെഡ് യങ്സ് ക്ലബ് സെക്രട്ടറി T. മനോജ് സ്വാഗതവും DYFI പെരളം യൂണിറ്റ് സെക്രട്ടറി പ്രണവ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ മത്സരങ്ങളും അരങ്ങേറി. മത്സര വിജയികൾക്ക് P. നാരായണൻ സമ്മാനദാനം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാണത്തോട് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഓണോത്സവം 2026 സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു.
പാണംതോട് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഓണോത്സവം 2026 സംഘടിപ്പിച്ചു. കൂടാതെ ഇക്കഴിഞ്ഞ SLC +2 പരീക്ഷകളിൽ ക്ലബ്ബ് പരിധിയിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. ഓണോത്സവം 2026 അനുമോദന ചടങ്ങും അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. മൊത്തം സമ്പത്തിന്റെ 41% ഉള്ളത്. അപ്പോൾ നമുക്കായിരുന്നു മനസ്സിലാക്കാം ബാക്കി 99% കയ്യിലുള്ളത് വെറും 59% സമ്പത്ത് മാത്രമാണ്. 10% സമ്പന്നന്റെ കയ്യിൽ 77% സമ്പത്തും. അപ്പോ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഒരുപാട് കൂടി വരികയാണ്. ഇല്ലാത്തവൻ കൂടുതൽ പ്രയാസപ്പെടുകയാണ്. അങ്ങനെ ഒരു കാലത്ത് മഹാബലിയുടെ ഭരണകാലത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ചിന്തിച്ചാൽ നമ്മൾ ആ നിലയിൽ ഒരു ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ഒരു നല്ല നാളെയെ സ്വപ്നം കാണാൻ നമുക്ക് കഴിയും. അങ്ങനെ ഒരു കാലത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം സ്വപ്നം കാണുന്നതും നമ്മളെല്ലാം പ്രവർത്തിക്കുന്നതുമെന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഓണത്തിന്റെ ഈ ഒരു കാലം നേരത്തെ ഗിരീഷ് സ്വാഗതം പറയുമ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് അമ്മമാരൊക്കെ പറയും, പ്രായമായ ആളുകൾ പറയും, വിഷു വന്ന് അടച്ച് ഓണം വന്ന് തുറക്കുമെന്നാണ് പറയുന്നത്. അത് ഒരു വസ്തുതയാണ്. വിഷു കഴിഞ്ഞാൽ പിന്നെ ആഘോഷ പരിപാടികളൊന്നുമില്ല, നമ്മുടെ നാട്ടിലൊന്നുമില്ല. പിന്നെ ഓണത്തോടു കൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുന്നത്. ഇനിയിപ്പോ ഒരുപാട് പലതരത്തിലുള്ള ആഘോഷ പരിപാടികളും ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. വിഷു വരെ ഉണ്ടാവും. SLC +2 ഉന്നത വിജയികൾക്കുള്ള ഉപഹാരവും MLA കൈമാറി. ആഘോഷ കമ്മിറ്റി ചെയർപേഴ്സൺ രജിത പെരിഞ്ചൊല്ലി അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ വെച്ച് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLAയെ ഷാളണിയിച്ച് ആദരിക്കുകയും ക്ലബിന്റെ വകയായുള്ള ഉപഹാരവും കൈമാറുകയും ചെയ്തു. ബ്രദേഴ്സ് ക്ലബ്ബ് രക്ഷാധികാരി P. രാമകൃഷ്ണൻ, CPI പാണംതോട് ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി P. രഞ്ജിത്ത്, AIYF പാണംതോട് യൂണിറ്റ് സെക്രട്ടറി P. സ്നേഹ, അരുണ അസഫലി കുടുംബശ്രീ പ്രസിഡന്റ് MK സുജിതകുമാരി എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ഗിരീഷ് പാണംതോട് സ്വാഗതം പറഞ്ഞു. തുടർന്ന് അംഗനവാടി കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും വനിതകളുടെയും മുതിർന്നവരുടെയും വിവിധ മത്സരങ്ങൾ അരങ്ങേറി. വൈകിട്ട് നടന്ന സമാപന പരിപാടിയിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K. ബിന്ദു സമ്മാനദാനം നടത്തി. ബ്രദേഴ്സ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് H. ബിന്ദു അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി P. സുധാമണി സ്വാഗതവും ആഘോഷ കമ്മിറ്റി ഖജാൻജി രാജേഷ് വേലാശ്വരം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്രാട നാളിൽ പൂക്കള മത്സരം നടന്നു. 7 പ്രാദേശിക സമിതികൾ നടത്തിയ പൂക്കള മത്സരത്തിൽ കാനം കരക്കക്കുണ്ട് പ്രാദേശിക സമിതി 1ാം സ്ഥാനം നേടി. കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്രാട നാളിൽ പൂക്കള മത്സരം നടന്നു. 7 പ്രാദേശിക സമിതികൾ നടത്തിയ പൂക്കള മത്സരത്തിൽ കാനം കരക്കക്കുണ്ട് പ്രാദേശിക സമിതി 1ാം സ്ഥാനം നേടി. 2ാം സ്ഥാനം കൊമ്മട്ട പട്ടാക്കോട് പ്രാദേശിക സമിതിയും 3ാം സ്ഥാനം ഭജനമഠം പട്ടർകണ്ടം പ്രാദേശിക സമിതിയും കരസ്ഥമാക്കി. റിട്ടയർഡ് AEO രാജൻ മാസ്റ്റർ സമ്മാനദാനം നിർവഹിച്ചു. നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ് തിരുവോണമെന്ന് അതിൻ്റെ ഐതിഹ്യത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നതാണ്. കേവലം തിരുവോണ നാളിൽ മാത്രം മഹാബലി നൽകിയ സന്ദേശം ഓർത്താൽ പോരെന്നും ആരും അന്യനല്ലെന്നും തന്നിലും ഈ പ്രകൃതിയിൽ കാണുന്ന സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ചൈതന്യമാണെന്നുമുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിത കാലഘട്ടത്തിലുടനീളം നമ്മൾ വച്ചു പുലർത്തുകയാണെങ്കിൽ ഇന്ന് നമ്മളെ പൊതുവെ സമൂഹത്തിൽ കണ്ടുവരുന്ന കാലുഷ്യവും അക്രമവും അതുപോലെയുള്ള മറ്റ് നമ്മുടെ മനസ്സിന് ഇണങ്ങാത്ത പല കാര്യങ്ങൾ നാട്ടിൽ നടക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട് ഭരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ചക്രവർത്തി, ആ ചക്രവർത്തിയുടെ സംവരണം. അപ്പൊ അന്നും ഈ പറഞ്ഞതുപോലെ അസൂയാലുക്കളും കുശുമ്പും കുന്നായ്മയുമുള്ള ആളുകളും ഉണ്ടായിരുന്നു. ക്ഷേത്രം സെക്രട്ടറി സുധാകരൻ സ്വാഗതം പറഞ്ഞു. ക്ഷേത്രം വൈസ് പ്രസിഡന്റ് ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാരായണൻ മാടിക്കാൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
അതിയാമ്പൂർ ചീരക്കര വളപ്പ് മക്കാക്കോടൻ തറവാട് അംഗങ്ങളുടെ സ്നേഹസംഗമം നടന്നു. കുടുംബസ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പുരാതനവും പുതുമയും പരസ്പരം പകർന്നു നൽകി മാതൃകാപരമായി നടന്ന സംഗമത്തിൽ നാട്ടിലെയും വിദേശത്തെയും നിരവധി കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. അതിയാമ്പൂർ ചീരക്കര വളപ്പ് മക്കാക്കോടൻ തറവാടംഗങ്ങളുടെ സ്നേഹസംഗമം നടന്നു. കുടുംബസ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പുരാതനവും പുതുമയും പരസ്പരം പകർന്നു നൽകി മാതൃകാപരമായി നടന്ന സംഗമത്തിൽ നാട്ടിലെയും വിദേശത്തെയും നിരവധി കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, സിനിമാ താരങ്ങൾ, വ്യാപാരികൾ, വനിതാ സംരംഭകർ, കുടുംബിനികൾ, വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സംഗമം ഒരു സർവ്വമേഖലാ സംഗമമായി മാറി. മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ 4 വയസ്സുള്ള കുട്ടികൾ മുതൽ 78 വയസ്സുള്ള അമ്മമാർ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. അതോടൊപ്പം മുതിർന്ന അംഗങ്ങളായ ജാനകി, ഓമന, ലത, ബാലാമണി, കാർത്യായനി എന്നിവരെയും കുടുംബസംഗമം എന്ന ആശയം മുന്നോട്ട് വെച്ച എം ഗംഗാധരനെയും കുടുംബാംഗവും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ എം രാഘവൻ ഉപഹാരം നൽകി ആദരിച്ചു. എൻ അജയൻ, എം ഹരീഷ് ബാബു, എം പ്രമോദ്, പ്രകാശൻ നോർത്ത്, എം ശശി തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീലേശ്വരത്ത് ലോറിക്ക് തീവെച്ചതായി പരാതി. മണ്ണാറത്ത് ജോഷി തോമസിന്റെ ലോറിക്കാണ് തീവെച്ചത്. സംഭവത്തിൽ നീലേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശ്രീനാരായണ ഗുരുജയന്തി വിപുലമായി ആഘോഷിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മഹാത്മാ അയ്യങ്കാളി ജന്മദിനം ആചരിച്ചു. തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന ലേബർ കോഡുകൾ പുനഃപരിശോധിക്കണമെന്ന് BMS കാസർഗോഡ് മേഖലാ സമ്മേളനം ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. പുല്ലൂർ AKG സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഓണാഘോഷത്തിന്റെ ഭാഗമായി സുവർണോണം 2026 സംഘടിപ്പിച്ചു. കിഴക്കുംകര മണലിൽ മെട്രോ ക്ലബ് വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഓണാഘോഷവും വിജയോത്സവവും വൈവിധ്യമാർന്ന പരിപാടികളോടെ 2 ദിവസങ്ങളിലായി നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.